ന്യായമായ വേതനം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ, അവരുടെ സംഭാവനകൾക്ക് ഔപചാരിക അംഗീകാരം എന്നിവ ആവശ്യപ്പെട്ട് കേരളത്തിലെ ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ തൊഴിലാളികൾ 50 ദിവസത്തിലേറെയായി പണിമുടക്കുന്നു. സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കുറഞ്ഞ ഓണറേറിയമാണ് ലഭിക്കുന്നത്. പെൻഷനുകളും ഇൻഷുറൻസും പോലുള്ള അവശ്യ ആനുകൂല്യങ്ങളും അവർക്കില്ല. ആശ തൊഴിലാളികൾക്ക് അധിക വേതനം നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെപിസിസി ഇടപെട്ടു. അതേസമയം പ്രതിഷേധം ശക്തമാക്കുന്നതിനായി 50-ലധികം ആശ തൊഴിലാളികൾ പ്രതീകാത്മകമായി മുടിമുറിക്കാൻ പദ്ധതിയിടുന്നു. സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിലുള്ള അവരുടെ നിരാശ ഉയർത്തിക്കാട്ടുന്നു. ഈ വിഷയം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കിടയിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ആശ തൊഴിലാളികളുടെ വേതനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ് എന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ പ്രസ്താവിച്ചു. കേന്ദ്രം അവരുടെ ഓണറേറിയങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നൽകുന്നില്ലെന്ന് വ്യക്തമാക്കി. എന്നിരുന്നാലും രണ്ട് സർക്കാരുകളും അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആശ തൊഴിലാളികൾ വാദിക്കുന്നു. സമൂഹാരോഗ്യ സംരക്ഷണത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരുടെ ചൂഷണത്തെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾക്കും ഈ സമരം കാരണമായിട്ടുണ്ട്. മാതൃപരിചരണം, രോഗപ്രതിരോധം, രോഗനിയന്ത്രണം തുടങ്ങിയ നിർണായക ജോലികൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ജോലി സാഹചര്യങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വർദ്ധിച്ചുവരുന്ന പൊതുജന പിന്തുണയും രാഷ്ട്രീയ സമ്മർദ്ദവും കണക്കിലെടുത്ത് കേരള സർക്കാരിനോട് അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ആശ